ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മിനെ നെതർവേൾഡിലേക്ക് വിടാനായിട്ട് ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്താലും നടന്നില്ല. ആ ക്യാമറ തേടി ഈവിൾ സ്പിരിറ്റ് വന്ന് പിന്നീട് അവിടെ വലിയ ഫൈറ്റ് ഒക്കെ നടന്ന് നമ്മ ഈവിൾ സ്പിരിറ്റിനെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്ത് സ്വയം കുത്തി മരണപ്പെട്ടു. അത് ഹീറോയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. പൊട്ടി പൊട്ടി കരയാണ്. അവിടുന്ന് തന്നെയാണ് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹീറോന്റെ അടുത്ത് ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്ന് പറഞ്ഞാ പോകുന്നത്. എന്നാൽ ഹീറോയ്ക്ക് നമ്മിനെ ആഫ്റ്റർ ലൈഫിലേക്കും വിടാൻ പറ്റിയില്ല. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഒന്നുമില്ലാതെ വാനിഷായി പോയി. ഇനി അടുത്തൊരു ജന്മം പോലും നമ്മിനില്ലാത്ത രീതിയിൽ ഹീറോ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റുഡിയോയുടെ പുറത്തേക്ക് വലിച്ചെറിയപ്പെടുവാണ്. സാധനങ്ങൾക്കൊപ്പം ഹീറോനെയും സ്റ്റുഡിയോയുടെ പുറത്തേക്ക് തള്ളുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. സ്റ്റുഡിയോയുടെ ഡോറ് തനിയെ അടയ്ക്കപ്പെട്ടു. അവിടേക്ക് ഹാൻ വരുന്നുണ്ട്. അവിടെ സാധനങ്ങളൊക്കെ തെറിച്ചു കിടക്കുന്നതും ഹീറോ ഇരുന്ന് കരയുന്നതൊക്കെ കണ്ടിട്ട് ഹാനും വെപ്രാളത്തോടെ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കാരണമാണ് നമ്മിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമ്മ പോയി എന്ന് പറഞ്ഞ് സിയോ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് ഡേ ഹീറോ കുറച്ചൊക്കെ ആയപ്പോ സ്റ്റുഡിയോയുടെ ഡോറ് വീണ്ടും വന്ന് തുറന്നു നോക്കുന്നുണ്ട്. എന്നാൽ അതിപ്പോ ജസ്റ്റ് ഒരു സ്റ്റോർ റൂം മാത്രമാണ്. സ്റ്റുഡിയോ ഇപ്പോ ക്ലോസ് ആയിരിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മിന്റെ വൈഫ് കറക്റ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ ഉണ്ടോന്ന് അന്വേഷിച്ചാണ് വരുന്നത്. ഹീറോയും സമാധാനത്തിന് അവളോട് സംസാരിക്കാൻ തുടങ്ങി. നമ്മ കൊടുത്ത ഡിവോഴ്സ് പേപ്പറും അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവിടുന്ന് പോയിട്ടും ഈ കാര്യങ്ങളൊന്നും അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു പേപ്പർ നോക്കി പൊട്ടിക്കരയാണ് അവള്. നെക്സ്റ്റ് ഡേ ഹാനും വന്ന് ആ ഒരു സ്റ്റുഡിയോയുടെ ഡോർ തുറന്നു നോക്കിയ അവക്കും സ്റ്റോർ റൂമായിട്ട് മാത്രമാണ് തോന്നുന്നത്. ഹീറോയുടെ ബോഡിയിലുള്ള മാർക്കും പൂർണ്ണമായിട്ട് മാഞ്ഞു. ഏകദേശം എല്ലാം കലങ്ങി തെളിഞ്ഞു എന്നുള്ള മട്ടിലാണ് രണ്ടുപേരും. ഇനിയെങ്കിലും ഒരു നോർമൽ ഹ്യൂമർ ആയിട്ട് ജീവിക്കണം. അവിടെ സീൻ കട്ടാക്കി ഇവിടെ ഓഫീസില് കിമ്മിനെയാണ് കാണിക്കുന്നത്. കിം ആക്ച്വലി ഈ കമ്പനിയിൽ ഒരു ഇന്റേൺ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 മാസമായി. ഇന്നെങ്കിലും അവളെ പെർമനന്റ് ആയിട്ട് നിയമിക്കും എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് മാനേജർ വന്നിട്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, നിന്റെ ഇന്റേൺഷിപ്പ് ഒരു 3 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇന്ന് നമുക്ക് പുതിയൊരു സ്റ്റാഫ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ആ മാനേജറിന്റെ തന്നെ മകളെയാണ് അങ്ങോട്ടേക്ക് സ്റ്റാഫായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കിമ്മിന് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനല്ലേ, അന്ന് വൈകുന്നേരം ഇവിടെ നടന്ന കോലാഹലങ്ങളെല്ലാം ഗൂവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഗൂവും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടേലും ഈ ഒരു ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതൊന്നും അവനും അത്ര ഇഷ്ടമില്ല. കാരണം മരണം വരെ ഉണ്ടാക്കുന്ന രീതിയിലാണ് അവിടുത്തെ പ്രഷർ. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗൂവിന്റെ അടുത്ത് പെട്ടെന്ന് കിമ്മ്, നീ ചെയറിലല്ലേ ഇരിക്കുന്നത്, ഞാൻ നിന്നിപ്പോ കിസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നൊക്കെ ചോദിച്ച് കറക്റ്റ് പൊസിഷൻ വന്ന് ഒരൊറ്റ കിസ്. ഗൂ ശരിക്കും സ്റ്റണ്ണായിട്ട് നിൽക്കുക. ഹീറോ ഇവിടെ അവന്റെ സ്റ്റുഡിയോ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ഫോട്ടോയിൽ നിന്നും ലെറ്റർ പോലെ ഒരു പേപ്പർ താഴെ വീഴുന്നുണ്ട്. എന്നാൽ അതത്ര കാര്യമാക്കുന്നില്ല. അതും മാറ്റി അവിടെ വെച്ചിട്ട് ആ സ്റ്റുഡിയോ മുഴുവനും ക്ലീൻ ആക്കി. നെക്സ്റ്റ് ഡേ അതൊരു നോർമൽ സ്റ്റുഡിയോ ആക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. നോർമൽ ആയിട്ടുള്ള ക്യാമറാസും ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്റ്റുഡിയോ. ഇപ്പോഴും ഹാനിന് വേണ്ടി ഒരു പൊസിഷൻ അവിടെ ഉണ്ട്. ഹീറോ ഇപ്പൊ കുട്ടികളുടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് സാധാരണ ഒരു ഫോട്ടോഗ്രാഫറായി. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരുന്ന സമയത്ത് കുറെ ഗോസ്റ്റുകളെയൊക്കെ കാണുന്നുണ്ട്. അവരെല്ലാരും ഹീറോനെ നോക്കുന്ന കണ്ടിട്ട് അയ്യോ എന്റെ അടുത്ത് വരരുതേ വരരുതേ എന്ന് പറഞ്ഞ് ഹീറോ പേടിച്ച് നിൽക്കുക. അവരാണെങ്കിലോ ഹീറോനെ ക്രോസ് ചെയ്ത് പോയിട്ട് നിനക്കെന്താ പ്രാന്താണെന്നുള്ള രീതിയിൽ ഗോസ്റ്റുകൾ വരെ കളിയാക്കിയിട്ടാ പോകുന്നത്. ഇവിടെ ഹാൻ ആണെങ്കിലോ ഹാനിൽ നിന്ന് കോർട്ടില് ഒരു കേസ് പെർഫോം ചെയ്യാനുണ്ട്. എന്നാൽ അതിന് സമ്മതിക്കാതെ ഒരു ഗോസ്റ്റ് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. കോർട്ടിൽ ചെന്നിട്ട് പോലും അവളെ മര്യാദയ്ക്ക് വാദിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അവള് പറയുന്നതിനെല്ലാം എതിര് പറഞ്ഞു മറുപടി പറഞ്ഞുമൊക്കെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പം ഹാനിന് പിടിച്ചു നിൽക്കാൻ പറ്റാതായി. പേപ്പറൊക്കെ വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് കയറുക. ഹാനിന് മാത്രമല്ലേ ഗോസ്റ്റിനെ കാണത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇവക്കെന്താ പ്രാന്തായോ എന്നുള്ള രീതിയിലാണ് അവളെ നോക്കുന്നത്. കോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും ആ ലേഡി ഇവളെ വിടുന്നില്ല. പുറകെ വന്നോണ്ടിരിക്കുക. എന്നെ ഒന്ന് വെറുതെ വിടാവോന്ന് ചോദിച്ചാ വിടത്തില്ലെന്ന് പറഞ്ഞു. ചുറ്റുമുള്ളവരൊക്കെ ഹാനിന് പ്രാന്തായി ഉറപ്പിച്ചു എന്നുള്ള മട്ടാണ്. വീട്ടിൽ വന്നിട്ടും ഈ കാര്യമൊക്കെ കിമ്മിന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുക. കിമ്മും അവളുടെ ഓഫീസിൽ നടന്ന ഷോക്ക് കഥയൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഹാനും അവൻ എത്ര ധൈര്യം ഉണ്ടല്ല, ഞാൻ ഉടനെ പോലീസ് കേസ് തന്നെ ഇടും, എന്നിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന നിന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയാ. ഹാനിന്റെ പ്രശ്നം പറഞ്ഞു വന്നപ്പോ നീ എന്തുകൊണ്ടാ ആ ഗോസ്റ്റ് ഫോളോ ചെയ്യുന്ന കാര്യം ഹീറോയുടെ അടുത്ത് പറയാത്തേന്ന് ചോദിക്കുക. ഹാൻ ഈ കാര്യം ഹീറോനോട് പറയാത്തത് ഓൾറെഡി ഹീറോ കാരണമാണ് ഹാനിന് ഇങ്ങനൊരു അവസ്ഥ എന്ന് പറഞ്ഞ് ഒരുപാട് ബ്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതോടെ പറയണ്ടെന്ന് ഓർത്തിട്ടാണ് ഈ കാര്യങ്ങളൊന്നും ഹീറോയുടെ അടുത്ത് പറയാത്തത്. കിം ഇതെല്ലാം കേട്ടിട്ട് എന്താല്ലേ, നീ പ്രണയിക്കുന്നത് ഗോസ്റ്റിനെ കാണാൻ പറ്റുന്ന ഒരാളെ, ഞാൻ പ്രണയിക്കുന്നത് ഒരു ഗോസ്റ്റിനെ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കുവോ? ശരിക്കും എന്ത് വിയേഡാലെന്ന് ചോദിക്കുക. കിം ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് നീ ഓക്കെ അല്ലേ കിം എന്ന് ഹാൻ ചോദിക്കുന്നുണ്ട്. ഗുവിന്റെ കാര്യമാണ് അവള് ചോദിക്കുന്നത്. ഗുവിന്റെ കാര്യമാണെങ്കിൽ ഞാൻ അയാളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട്. അയാൾക്ക് ബോഡി ഉണ്ടോ മരിച്ചതാണോ എന്നൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ അയാളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മാത്രം എനിക്ക് അറിയാന്ന് പറഞ്ഞ് കിം അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അവിടെ സിങ്കട്ടാക്കി ഫാർമസിയിൽ നിന്ന് മെഡിസിൻ മേടിച്ചിട്ട് വരുന്ന ഹീറോ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ചുറ്റുമുള്ളതെല്ലാം ഫ്രീസായി. ഒരു സെക്കൻഡ് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഹീറോ മാത്രമാണ് ചലിക്കുന്നത്. പെട്ടെന്ന് ഹീറോയുടെ അടുത്തേക്ക് ഈ ശാപത്തിനെല്ലാം കാരണക്കാരനായിട്ടുള്ള ആ ഒരു ഗ്രിം റിപ്പർ നടന്നു വരികയാണ്. അതേസമയം ഇവിടെ ഹാന് കിമ്മിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയോ കുത്തിപ്പൊക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിമ്മും ഫ്രീസായി. ഹാനിനൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് എന്തോ പ്രകാശം അവളുടെ വീടിനുള്ളിൽ നിന്നും വരുന്നത് പോലെ തോന്നി. അവളുടെ കയ്യിലുള്ള ആ ഒരു അടയാളവും ജ്വലിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വെട്ടം ഫോളോ
ലോഗോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു കബോർഡിന്റെ അകത്തുനിന്നും പ്രകാശം വന്നുകൊണ്ടേയിരിക്കുന്നു. അവളെ തുറന്നു നോക്കിയപ്പോഴാണ് അവിടെ കാണാതെ പോയ സ്റ്റുഡിയോ ഇവിടെ ഫോം ആയിരിക്കുന്നു എന്ന് മനസ്സിലായത്. അതിനുള്ളിലേക്ക് അവള് പതിയെ നടന്നു നീങ്ങി. സ്റ്റുഡിയോ പഴയ പോലെ തന്നെയുണ്ട്. അവിടെ സീൻ കട്ടാക്കി ഹീറോ ഇവിടെ നീയല്ലേ ഞങ്ങളുടെ ഫാമിലിക്ക് 100 വർഷമായിട്ട് ശാപം നൽകിയിരിക്കുന്ന മരണത്തിന്റെ മാലാക എന്ന് പറഞ്ഞ് ദേഷ്യം മുഴുവനും തീർക്കാൻ ഹീറോ ആ ഗ്രീം റിപ്പറിനെ ഇടിക്കാനായിട്ട് നോക്കുകയാണ്. എന്നാ അതൊന്നും അവിടെ ഏക്കില്ലല്ലോ. എന്തിനു വേണ്ടിയാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ശാപം നൽകിയതെന്ന് ചോദിക്കുക ആ ഗ്രീം റിപ്പറും. ഞാൻ മനുഷ്യന്മാർക്ക് ശാപം തരാറില്ല, അവരുടെ വിഷ് സാധിച്ചു കൊടുക്കാറേ ഉള്ളൂ. ഇത് നിന്റെ തലമുറയിൽ പെട്ടവര് തന്നെ ചോദിച്ചു വാങ്ങിയ വിഷാണ്, അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ചതും അവർ തന്നെയാണെന്ന് പറയാ. നീ നിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ലേ, അത് ചിലരുടെയൊക്കെ പ്രാർത്ഥനയുടെ ബലമാണ്. ആ ക്യാമറ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം അത് അതിന്റെ ഓണറിനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നീ രക്ഷപ്പെട്ടെങ്കിലും അതിന് പകരം നീ പേ ചെയ്തേ പറ്റുള്ളൂ. ഇതെല്ലാം കേട്ടപ്പോഴേ അടുത്ത ഉടമസ്ഥ ഹാന ആയിരിക്കുമോ എന്നുള്ള ചിന്ത അവനിൽ വന്നു. അത് നീ ഹാനാന്ന് മാത്രം പറയരുതെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ കെഞ്ചി പറയുന്നത് പോലെ ഒരിക്കലും അതെന്റെ ഹാനിന് മേലാവരുതേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമില് അവിടെ നിന്നും ആ ഒരു ഗ്രീം റിപ്പർ പോവുകയും ചെയ്തു. ഹീറോ ഇനി ഒരു നിമിഷം പോലും വൈകരുതെന്ന് പറഞ്ഞ് ഹാനിന്റെ അടുത്തേക്ക് വേഗത്തിൽ ഓടുകയാണ്. എന്നാൽ ഹാൻ ഇവിടെ ഓൾറെഡി ആ ക്യാമറയിൽ തൊട്ടിരുന്നു. ക്യാമറയെ തൊട്ടതും അതിൽ നിന്നും എന്തൊക്കെയോ അവളുടെ കൈക്കുള്ളിലേക്ക് വന്നു. ഹീറോയും അപ്പോഴേക്കും അവളെ തപ്പി അവിടെ വന്നിരുന്നു. ഹാൻ അത് നീ ടച്ച് ചെയ്യരുതെന്ന് പറഞ്ഞാണ് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ ഓൾറെഡി ഹീറോയിൻ അത് തൊട്ടിരുന്നു. എന്തുകൊണ്ടാ നിന്നെ ചൂസ് ചെയ്തത്, എന്തുകൊണ്ടാ നമ്മുടെ ലൈഫിൽ മാത്രം ഇങ്ങനെ, നീ വാ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ് അവളെയും പുറത്തേക്ക് വിളിച്ച് ആ ഒരു റൂം മന്ത്രത്തകടൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ സെക്യൂർ ആക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഹാനും ഞാൻ ഓക്കെയാണ്, നിന്റെ അവിടെ കൂടി കുറച്ചേലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ, ഇത്രയും പാനിക് ആവാതെ എന്ന് പറയാ. എങ്ങനെ ഹീറോ പാനിക് ആവാതിരിക്കാന്? അവളെ ഹഗ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും, നീ വിഷമിക്കേണ്ടെന്ന് പറയാ. ഹാനും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഭയം തുടങ്ങിയിട്ടുണ്ട്. അന്ന് രാത്രി അവൾക്ക് കാവലായിട്ട് ഹീറോ അവളുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും സങ്കടം എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് പോലും അറിയില്ല. നെക്സ്റ്റ് ഡേ കിമ്മിന്റെ ഓഫീസില് മാനേജറിന്റെ മോള് ഒരു വക ചെയ്യില്ല, എപ്പോഴും ഫോണിൽ തോണ്ടിക്കൊണ്ടേയിരിക്കും. എല്ലാ ജോലിയും കിം തന്നെ ചെയ്യാൻ വേണം. എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്നൊറ്റ മറുപടി. മറ്റു കൊളീഗ്സിനും നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ ഓഫീസിലേക്ക് പോവാനായിട്ട് ഹാൻ പുറത്തേക്ക് ഇറങ്ങിയ ഹീറോ പുറകെയുണ്ട്. അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിതെല്ലാം ഏകദേശമൊക്കെ ഡീൽ ചെയ്യാൻ പഠിച്ചു, ഞാൻ തനിയെ പോയിക്കോളാം, ഇന്ന് എനിക്കൊരു പ്രധാനപ്പെട്ട കേസ് ഉണ്ടെന്ന് പറഞ്ഞ് അവളെ തനിയെ അവിടെ നിന്ന് പോവാ. വഴിയിലെത്തിയാലോ എന്നും ശല്യപ്പെടുത്തുന്ന ആ ഒരു ലേഡി വീണ്ടും വന്ന് നിൽക്കുക. ഇപ്രാവശ്യം കുറച്ച് ടെററായിട്ട് അവളുടെ മുടി കയറി പിടിച്ചു. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യം ചെയ്തോന്ന് പറഞ്ഞ് നാട്ടുകാരും മൊത്തം നോക്കിക്കൊണ്ട് പോവാ. അവസാനം ചെയ്തു തരാന്ന് സമ്മതിച്ചു. ഈ ലേഡി റീസെന്റ് ആയിട്ട് മരണപ്പെട്ടതാണ്. പുള്ളിക്കാരിയുടെ ബാക്കിയുള്ള ശമ്പളം മേടിച്ചു തരിക എന്നുള്ളതാണ് ഹീറോയിന്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. ഹാനും അതൊക്കെ ചോദിച്ചു മേടിച്ചു. ഇവിടെ ഓഫീസില് കൊളീഗ്സ് എല്ലാരും ബ്രേക്കിന്റെ സമയത്തെല്ലാം മാനേജറിന്റെ മകളെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവക്ക് എന്തുമാത്രം അഹങ്കാര, കിമ്മിനെ എന്തുമാത്രം കഷ്ടപ്പെടുത്തുന്നൊക്കെ പറഞ്ഞ് കിമ്മിനോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് പറയാൻ തുടങ്ങി. ഇതെല്ലാം കേൾക്കുന്നവരും ഗുവിന് നല്ല ദേഷ്യം വന്നു. ഗുവിന്റെ ദേഷ്യത്തിനനുസരിച്ച് അവിടെ എല്ലാം നടുങ്ങാൻ തുടങ്ങി. ഇത്രയും നാളെ നീ സമാധാനത്തിലുള്ള ഗോസ്റ്റിനെ കണ്ടിട്ടുള്ളൂ, എന്നെ നീ ഒരു അനിമലാക്കി മാറ്റരുതെന്ന് ഗു പറയുന്നുണ്ട്. ഇവിടെ ഹാനിന്റെ അടുത്ത് ആ ഒരു ലേഡി ഇത്രയും ബഹളം വെച്ച് ഈ പൈസ മേടിച്ചത് എന്തിനാന്നുള്ളത് പറയാ. ശരിക്കും പറഞ്ഞ ആ ലേഡി മരിച്ചെങ്കിലും അയാളുടെ ചടങ്ങോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. അവരുടെ ചടങ്ങ് നടത്താനായിട്ടാണ് ഈ ഒരു പൈസ മേടിച്ചത്. എന്നിട്ട് ഹാനത്തെ നടത്തി നെതർ വേൾഡിലേക്ക് അയക്കണമെന്ന് പറഞ്ഞു. അതായിരുന്നു ആ ലേഡിയുടെ ആവശ്യം. അത് കേട്ടതും ഹാനിന് കുറച്ചുകൂടെ സങ്കടമായി. ഇവിടെ ഗു വന്ന് നോക്കിയ മാനേജറിന്റെ മകള് ഓഫീസിലിരുന്ന് ഷോപ്പിംഗ് ചെയ്തോണ്ടിരിക്കുക. ഗുവിന് അത് കണ്ടതും നല്ല ദേഷ്യം തോന്നി. അവളുടെ ലാപ്പ് ഉടനെ അവൻ ഹാക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി. ഉടനെ അവൾ അത് ക്ലോസ് ചെയ്തിട്ട് കിമ്മിന്റെ ലാപ്പിൽ പോയിരുന്നു. അവൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന വർക്കിലെന്തോ ഇഷ്ടത്തിന് ടൈപ്പും ചെയ്ത് സബ്മിറ്റും ചെയ്തു. കിമ്മ് വന്ന് നോക്കിയാ ഇവൾ അവിടെ ഇരിപ്പുണ്ട്. എന്താന്ന് ചോദിച്ചാൽ വെറുതെ ഇരുന്നാന്ന് പറഞ്ഞ് എഴുന്നേറ്റും പോയി. ഹീറോ ഇവിടെ എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടുമെന്ന് അറിയാനായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം കിട്ടിയ ആ ഒരു പേപ്പർ കാണുന്നത്. അതിന്റെ അകത്ത് ഒരുപാട് ഡേറ്റുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നും ഹീറോയ്ക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായി, ബ്ലാക്ക് മൂൺ. ഇതെല്ലാം ബ്ലാക്ക് മൂൺ വരുന്ന ഡേറ്റുകളാണ്. എന്തായിരിക്കും ബ്ലാക്ക് മൂണിലെ പ്രത്യേകത എന്നൊന്നും അവൻ അറിയില്ല. പക്ഷെ ഇത് തന്നെയാണ് അങ്കിളും തേടിക്കൊണ്ടിരുന്നതെന്നും മനസ്സിലായി. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്റ്റുഡിയോയ്ക്കുള്ളിലോട്ട് കയറാൻ നോക്കിയ ഹീറോയ്ക്ക് ഇപ്പൊ പറ്റുന്നില്ല. അത് ജസ്റ്റ് ഒരു കബോർഡ് മാത്രമാണ്. ഹീറോ ഇപ്പോ നോർമൽ ഹ്യൂമൻ ആണല്ലോ, അതുകൊണ്ട് ഗുവിനെ വിട്ടാണ് ആവശ്യമുള്ള റെക്കോർഡ്സ് ഒക്കെ എടുക്കുന്നത്. ഹീറോ അതെല്ലാം ചെക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ആരോ സ്റ്റുഡിയോയ്ക്ക് കല്ലെറിയുന്നതായിട്ട് തോന്നി. പുറത്തേക്ക് വന്ന് നോക്കിയ ആ ഒരു ഗോസ്റ്റ് ലേഡി ആയിരുന്നു. കാര്യം എന്താന്ന് അന്വേഷിച്ച ഹാനിനെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഹാൻ മരണപ്പെട്ട ഒരു ലേഡിയുടെ പേരും പറഞ്ഞ് പൈസ വന്ന് മേടിച്ചെന്ന് പറഞ്ഞ് ആ കടയിലെ ഓണർ പോലീസിന് കംപ്ലൈന്റ് കൊടുത്തു. അവിടേക്ക് വന്ന ഹാനിനെ കൈയോടെ പിടികൂടി. ഈ കാര്യം ഹീറോനെ അറിയിക്കാനായിട്ട് വന്നതാണ് ഗോസ്റ്റ്. ഹീറോയാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാനിനെ ഇറക്കുന്നത്. അവിടുന്ന് ഇറങ്ങിയ ഉടനെ എനിക്ക് നമ്മുടെ പഴയ കാലം ഓർമ്മ വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ നമ്മൾ രണ്ടും മീറ്റ് ചെയ്യുന്നത് പുതിയ കാര്യമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തമാശയാക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നു. നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ തമാശ പറയല്ല, ഇങ്ങനെ ഗോസ്റ്റുകൾ കൂടെ ഉണ്ടെന്നുള്ള കാര്യം എന്തുകൊണ്ട് എന്നോട് പറയാത്തേന്ന് ചോദിക്കുക. ഹാനു ഉടനെ സോറി, കൂടുതൽ ടെൻഷൻ അടുപ്പിക്കേണ്ടെന്ന് കരുതിയ ഞാൻ പറയാഞ്ഞെന്ന് പറയാ. അവിടുന്ന് നേരെ വീട്ടിലേക്ക് വന്ന ഹാനിന്റെ സീനിയർ ഓഫീസർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് എത്രമാത്രം പ്രധാനപ്പെട്ട കേസായിരുന്നു എന്ന് നിനക്ക് അറിയത്തില്ലേ?
ആളല്ലേ, ഇത്ര റെസ്പോൺസിബിൾ ഇല്ലാത്ത ആളായിരിക്കും നീ എന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് അവിടുന്ന് പോകുന്നത്. നെക്സ്റ്റ് ഡേ ഹീറോ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്ന് അറിയാനായിട്ട് ടണലിന്റെ പരിസരത്തേക്ക് പോവാണ്. ഗോവിന്റെ അടുത്ത് ഹാനിനെയൊക്കെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. ഇവിടെ കിമ്മിന്റെ ഓഫീസില് മാനേജറിനെ മോള് കാണിച്ചു വെച്ച പണി കാരണം കിം ഇപ്പോ 1000 ക്ലയന്റ്സിന് മറുപടി പറയേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. അവളല്ല ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് മോളാണെങ്കിൽ സമ്മതിക്കുന്നുമില്ല. ലാസ്റ്റ് അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് എല്ലാ പണിയും അവളെ ഏൽപ്പിച്ചിട്ട് പോവാണ്. നൈറ്റ് മുഴുവനും ഇരുന്ന് വർക്ക് ചെയ്യാ. ഓരോ ക്ലയന്റ്സിന്റെ അടുത്തും സംസാരിച്ച് തോൽവാക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ എല്ലാരും ഒന്നും കോപ്പറേറ്റ് ചെയ്യുന്നുമില്ല. അവിടേക്ക് ഇവക്ക് വേണ്ട ഫുഡുമായിട്ട് ഗു വന്നിട്ടുണ്ട്. നാളെ നമുക്കൊരു മൂവിക്ക് പോയാലോ, നമുക്ക് മെസ്സേജ് അയക്കാം. ഓൾറെഡി വർക്ക് പ്രഷറിലുള്ളതുകൊണ്ട് കിമും റേസ് ചെയ്യാൻ തുടങ്ങി. ഞാനൊരു ഇന്റേൺ ആണ്, എന്റെ അടുത്ത് ഒട്ടും ടൈമില്ല. ഫ്രീ ടൈമോ എൻജോയ്മെന്റോ ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. എന്നെ കുറച്ചു നേരം വെറുതെ വിടാൻ പറയാ. മാനേജറിന്റെ മോളോടുള്ള ദേഷ്യമാണോ, അവക്ക് ഞാൻ നല്ലൊരു പണി കൊടുത്തിട്ടുണ്ടെന്ന് പറയാ. അത് കണ്ടതും നീയാണോ അപ്പോ ആ ഒരു കമ്പ്യൂട്ടർ കംപ്ലൈന്റ് ആക്കിയത്, എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തത്, മരിച്ചു കഴിഞ്ഞാൽ പോലും എനിക്കൊന്ന് സമാധാനം തരരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഗുവിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ കിം ചീത്ത പറയാൻ തുടങ്ങി. കാരണം ആ ഒരു കമ്പ്യൂട്ടർ കേടായതുകൊണ്ടാണ് ഇവളുടെ ലാപ്പിൽ വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അവക്ക് ഇത്രയും ചീത്ത കേട്ടതും ഇത്രയും വർക്ക് പ്രഷർ കൂടിയതും ഒക്കെ. ആ ഒരു ദേഷ്യത്തിലാണ് കിം അങ്ങനെയൊക്കെ റേസ് ചെയ്യുന്നത്. പക്ഷെ അത് നന്നായിട്ട് ഗുവിനെ ഹേർട്ട് ചെയ്തു. ഹീറോ ഇവിടെ ടണലിന്റെ പരിസരത്തുള്ള ഒരു കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു സന്യാസി വന്ന് താൻ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ച് ഹീറോനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. ഹീറോ അവൻ അന്വേഷിച്ച് നടക്കുന്ന കാര്യവും എന്തിനു വേണ്ടിയാണ് വന്നതെന്നൊക്കെ ആ സ്വാമിയോട് പറഞ്ഞു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പോലെ തന്നെ വേറൊരാൾ ഇവിടെ വന്നിരുന്നു എന്ന് പറയാ. ഹീറോയോ ഉടനെ അതെന്റെ അങ്കിളാണ്, പ്ലീസ് സ്വാമി എന്തേലും ഒരു വഴി പറയൂ, എനിക്ക് നെതർ വേൾഡിലേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയാ. ഹീറോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നെതർ വേൾഡിൽ ആ ക്യാമറ തിരികെ കൊണ്ടുവെക്കാനാണ്. ബ്ലാക്ക് മൂണിന്റെ ടൈമില് നെതർ വേൾഡിന്റെ ഗേറ്റ് തുറക്കും, അതുവഴി അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ക്യാമറ മോഷ്ടിക്കപ്പെട്ടതും. ബ്ലാക്ക് മൂൺ വരുന്നത് കൊണ്ട് തന്നെ ഹീറോയ്ക്കും അതിലേക്ക് കയറാൻ പറ്റും. എന്നാൽ അതിന്റെ ഗേറ്റ് എവിടാണെന്ന് മാത്രം അറിയില്ല. സ്വാമി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ സ്വാമിയുടെ രൂപം മാറുന്നുണ്ട്. അതും ഒരു ഗോസ്റ്റ് ആണ്. അവിടെ സിംഗട്ടാക്കി കിം ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നിടത്ത് അവിടെയുള്ള ആളുടെ അടുത്ത് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. സോറി സാർ, അതെന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ അങ്ങോട്ട് കൂടുതലായെന്ന് തോന്നുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കിം പുറത്തേക്ക് വന്നു. ഗുവിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിം അവിടെ തല കറങ്ങി വീഴാണ്. അത് കണ്ടതും വെപ്രാളം കാണണം. ഗുവിന്റെ കയ്യിലിരുന്ന മൊബൈൽ ആണെങ്കിൽ തെറിച്ച് താഴെ വീണു. അതിനെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ കിമ്മിനെ ഒട്ട് ടച്ച് ചെയ്യാനും പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് ഗു അവിടെ. ഇവിടെ ഹീറോ നെക്സ്റ്റ് ഡേ ഹാനിനെയുമായിട്ട് ഒരു പാർക്കിലേക്ക് വന്നേക്കാണ്. അവിടെ അവൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു റൈഡിൽ കയറി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ആ ക്യാമറ തിരികെ കൊണ്ടുവെക്കാൻ പോവാണെന്ന് പറയാ. ഹാനിനൊന്നും മനസ്സിലായില്ല. നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചാ നെതർ വേൾഡിലേക്ക് ഹീറോ പോവാൻ പോവാണെന്ന്. അത് കേട്ടതും ഹാൻ ഷോക്കായി നിന്നു. കാരണം മരിച്ചവർക്ക് മാത്രമല്ലേ അങ്ങോട്ടേക്ക് പോവാൻ പറ്റുള്ളൂ. ഒരു പക്ഷെ പോയാ തിരികെ വരുമെന്നും നമുക്ക് ആർക്കും ഉറപ്പില്ല. ഹാൻ ഹീറോനെ പോവാനായിട്ട് സമ്മതിക്കുവോ ഇല്ലയോ, ഇനി അവിടെ പോയിട്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡാണ് ഫൈനൽ എപ്പിസോഡ്. മറക്കാതെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.